സാമ്പത്തിക തകർച്ച, ജോലിയില്ലായ്മ, പകർച്ചവ്യാധി, മോശം സമയം അല്ലേ? ഏതൊരു ഇരുട്ടിനും വെളിച്ചമുള്ള പോലെ, ഏതൊരു രാത്രിയിനും പകലുള്ള പോലെ ഞാൻ വിശ്വസിക്കുന്നു ഈ മോശ സമയത്തിന് നല്ലൊരു സമയം കാണും. It's just a bad time, not a bad life. ഇതും കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഏതൊരു മോശ സമയത്തും ഒരു നല്ല സമയം കാണും. നല്ലൊരു കാലം തുടങ്ങി എന്നുള്ള കാണിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ. നമ്മൾ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടുള്ളൊരു ആസ്പെക്റ്റ് കാണിക്കുന്നത് എന്താ, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ കൺസ്ട്രക്ഷൻസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ലൊരു കാലത്തിലേക്ക് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് പുതിയൊരു എപ്പിസോഡുമായിട്ട്. വെൽക്കം ടു ഓട്ടോഗ്രാഫ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ലിമിറ്റേഷൻസും അതുപോലെ തന്നെ നമുക്ക് കഴിയാത്ത കാര്യങ്ങളെല്ലാം. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയുള്ള മറ്റുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ഫാമിലിയുടെ കൂടെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവുക. നമുക്ക് അത്രയും നല്ലൊരു സമയം ഫാമിലിയുടെ കൂടെ ഫ്രൂട്ട്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ലോക്ക്ഡൗണിൽ കണ്ടിരിക്കുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു MPV തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ, പ്രത്യേകിച്ച് എന്നെപ്പോലെ മെമ്പേഴ്സ് കൂടിയ ഒരു ഫാമിലി ആണെങ്കിൽ വലിയൊരു വണ്ടി തന്നെ വേണം. അതിന് ഏറ്റവും അനുയോജ്യം ഒരു MPV ആണ്, മൾട്ടിപർപ്പസ് വെഹിക്കിൾ, അഥവാ മെർസിഡീസിൻ്റെ ഭാഷ പറഞ്ഞ വാൻസ്. മെർസിഡീസിൻ്റെ വാൻ കാറ്റഗറി പെടുന്ന V ക്ലാസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. V ക്ലാസ് ഇന്ത്യയിൽ ഇറങ്ങിയത് ഈ ഒരു ജനറേഷനിലാണെങ്കിലും V ക്ലാസ് കഴിഞ്ഞ 2 ജനറേഷനായിട്ട് നിലനിൽപ്പിലുണ്ട്. ഈ ഒരു ജനറേഷനിൽ 4 വേരിയൻസ് ആണ് V ക്ലാസ്സിലുള്ളത്. എക്സ്പ്രഷൻ ഉണ്ട്, എക്സ്ക്ലൂസീവ് ഉണ്ട്, ഇലൈറ്റ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ എല്ലാം വ്യത്യസ്തമായിട്ടൊരു ക്യാമ്പിംഗ് വെഹിക്കിൾ ഉണ്ട്, മാർക്കോ പോളോ. സോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ മോഡലാണ്. V ക്ലാസ് അഥവാ വാൻ ക്ലാസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1996-ലായിരുന്നു. W638 എന്ന വേരിയൻ്റ് ആയിരുന്നു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന V ക്ലാസ്. ആദ്യമായിട്ടായിരുന്നു ലൈറ്റ് പീപ്പിൾ കാരിയർ എന്ന രീതിയിൽ പാസഞ്ചർ വെഹിക്കിൾ മെർസിഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നെല്ലാം തന്നെ വലിയ വാനുകളായിരുന്നു. V ക്ലാസ്സിന് 2 വേരിയൻസ് ആണ് ബേസിക്കലി വന്നിട്ടുണ്ടായിരുന്നത്. പാസഞ്ചർ വെഹിക്കിൾസ് V ക്ലാസ്സിനും കൊമേഴ്ഷ്യൽ വെഹിക്കിളിനും വിറ്റോ എന്ന് പറയുന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ സക്സസിൻ്റെ പിന്നോടിയായി സെക്കൻഡ് ജനറേഷൻ W639 എന്ന വേരിയൻറ്റ് 2003 ലോഞ്ച് ചെയ്തു. ഇതിറങ്ങിയപ്പോൾ പാസഞ്ചർ വേരിയൻ്റെ പേര് വിയാനോ എന്നായിരുന്നു. ഇന്ത്യയിൽ ലിമിറ്റഡ് ആയിട്ട് ഈ വേരിയൻ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെർസിഡീസ് ബെൻസ് ഇന്ത്യ. എന്നാൽ വിയാനോക്ക് വലിയ ചേഞ്ചോട് കൂടിയിട്ടാണ് പുതിയ V ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തേർഡ് ജനറേഷൻ V ക്ലാസിൻ്റെ കോഡ് നെയിം W447 ആണ്. 2014-ലാണ് ഈ പുതിയ V ക്ലാസ് വരുന്നത്. ഈ V ക്ലാസിൻ്റെ ഒരു പ്രത്യേകത, പാസഞ്ചർ കാർ ഡിവിഷനിലാണ് മെർസിഡീസ് ഇത് സെയിൽ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കൂടുതലും പാസഞ്ചർ കാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ടാണ് പുതിയ V വന്നിട്ടുള്ളത്. ഇപ്പോഴും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വേരിയന്റിന് വിറ്റോ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഒരു വാൻ ആണെങ്കിൽ കൂടി V ക്ലാസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്ന മെർസിഡീസിൻ്റെ കാർ ഡിസൈൻ ഫിലോസഫി ബേസ് ചെയ്തിട്ടാണ്. സെൻഷ്വൽ പ്യൂരിറ്റി എന്ന് ഗോൾഡ് വാഗ്നർ വിളിക്കുന്ന ആ ഡിസൈൻ ഫിലോസഫി തന്നെയാണ് V ക്ലാസ്സിൽ ക്യാരി ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഏറ്റവും എവിഡൻ്റ് ആയി നിൽക്കുന്ന ഒരു ഭാഗം ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന നമ്മൾ മെർക്കിൻ്റെ എല്ലാം തന്നെ പല കാർസിലും കണ്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് സെൻട്രൽ ലോഗോ ഉള്ള ട്രീറ്റ്മെൻറ്റ്. മുമ്പ് കമേഴ്ഷ്യൽ വെഹിക്കിൾ ആകുമ്പോൾ ഈ ലോഗോ ഉണ്ടായിരുന്നെങ്കിൽ ഗ്രിൽ ട്രീറ്റ്മെൻറ്റ്, ഈ ഡബിൾ സ്ലാഗ് ഗ്രില്ല് വന്നത് ഇപ്പോഴാണ്.
ഇതിനെക്കുറിച്ച് പറയുമ്പം നേരത്തെ ഉണ്ടായിരുന്നുള്ള ഡിഫറെൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ മെർസിഡീസ് ബെൻസ് കമേഴ്ഷ്യൽ വെഹിക്കിളിലായിരുന്നു വിയാനോ അതുപോലെ തന്നെ പണ്ടത്തെ വി ക്ലാസും പ്ലേസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പം വി ക്ലാസ് പ്ലേസ് ചെയ്യുന്ന പാസഞ്ചർ കാർ സെഗ്മെൻറ്റിലേക്കാണ്. ഡാംലർ എന്ന കമ്പനി തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ മെർസിഡീസ് പാസഞ്ചർ കാർ അണ്ടറിലാണ് വാൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോഴുള്ള 222 എസ് ക്ലാസിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ മുമ്പ് വന്നിരുന്ന മോഡലിൻ്റെ ടൈപ്പ് ഒരു ഹെഡ്ലൈറ്റാണ്. ഇതിലിപ്പം വന്നിരിക്കുന്ന എക്സ്ക്ലൂസീവ് LED ഇൻ്റലിജൻറ്റ് ലൈറ്റാണ്. 2 പ്രൊജക്ടർ കാണാം. മേലെ ഡേ ടൈം റണ്ണിങ് ലൈറ്റിൻ്റെ ഒരു ക്രോസ് ഉണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ബമ്പറിലേക്ക് വരുമ്പോഴും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കാറിൻ്റെ ലൈക്ക് ഫീല്, സോഫ്റ്റ്വെയർ ആയിട്ടുള്ളൊരു ബമ്പർ ട്രീറ്റ്മെൻറ്റാണ്. വലിയൊരു എയർവെൻറ്റും കാര്യം വരുന്നുണ്ട്. ഈ ഇലൈറ്റ് എന്ന് പറഞ്ഞ മോഡലിൽ ബമ്പറിൻ്റെ ആ ഒരു എയർവെൻറ്റിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ബാക്കി എലഗൻസിലും എക്സ്പ്രഷനിലും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവിലും അതങ്ങനെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു കാറിൻ്റെ ഒരു അപ്പീൽ കിട്ടുന്ന ഫേസിയാണ് വി ക്ലാസിനെ അട്രാക്റ്റീവ് ആക്കുന്നത്. വി ക്ലാസിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് MPV അഥവാ ഒരു വാൻ്റെ ഒരു ഫീൽ ശരിക്കും ലഭിക്കുന്നത്. ആ ഫ്രണ്ടറിൽ ആ ഒരു ഹെഡ്ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗമാണ് പ്രോപ്പർ വാൻ പോലെയുള്ളത്. നേരത്തെ ഞാൻ കാർ പോലെ എന്ന് പറഞ്ഞ ഭാഗം അവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വരുന്ന ഒരു സിലൗട്ട് എല്ലാം തന്നെ ഒരു പ്രോപ്പർ വാൻ പോലെയാണ്. ശരിക്കും വലിയൊരു പില്ലർ, നല്ല ടോൾ ആയിട്ടുള്ള ഡിസൈനാണ്. വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്, ഗ്ലാസിന് പോർഷൻ വരുന്നുണ്ട്. ബോൾഡായിട്ടൊരു ക്രോം പ്ലേറ്റ് വരുന്നുണ്ട്. ബോഡി ലൈനും അധികം ഒരു ബോൾഡ് അല്ലാത്തൊരു ലൈനാണ്. ഷോൾഡർ ലൈൻ ഇങ്ങനെ മൈൽഡായിട്ട് പോകുന്നുണ്ട്. താഴെ ഡൈനാമിക് ലൈനും പോയി ഇവിടെ എത്തുമ്പം അതങ്ങോട്ടേക്ക് മേർജ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഉള്ളിൽ എത്രത്തോളം റൂമിനെസ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളത്. ഈ ഒരു ഡോറിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തുറന്നാൽ കാണാം. വലിയൊരു ഡോറാണ്. ഒരു ചെറിയ സ്റ്റെപ്പോടുകൂടി ഉള്ളോട്ടേക്ക് കയറണം. റിയർ ഡോറാണെങ്കിലും വലിച്ചു വിട്ടാൽ ശരിക്കും നേരത്തെ നമ്മൾ കാർണിവലിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിന് തുറക്കാം. അതിൽ സ്റ്റെപ്പ് ഉണ്ട്. സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യത്തിൽ ഞാൻ ഇൻറ്റീരിയറിൽ തന്നെ മെൻഷൻ ചെയ്യാം. വലിച്ചു വിട്ടാൽ അത് ക്ലോസ് ആവുകയും ചെയ്യും. ഇത് തന്നെ 3 തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഉള്ളിലൊരു ബട്ടൺ ഉണ്ട്. ഫ്രണ്ടിൽ ഡ്രൈവർ അടുത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ലൈഡിംഗ് ഡോർ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ലൈന് വരുന്നതും ഈ ഒരു സിലൗട്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് സൈഡ് പ്രൊഫൈലിലെ ഒരു വാൻ ലൈക്ക് പ്രോപ്പർ ഫീൽ കിട്ടുന്നതായിട്ടുള്ള ഒരു ഭാഗം. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു വേരിയൻ്റ് ഒരു എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന വേരിയൻ്റ്. അതിന് വന്നിരിക്കുന്നത് 5 സ്പോക്കായിട്ടുള്ള ഒരു 17 ഇഞ്ച് വീലാണ്. 225/55 ടയേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ പുറമെ എക്സ്പ്രഷനിലും ഈ ലൈറ്റിലും വേറെ ഡിസൈൻസാണ് വരുന്നത്. ചെറിയൊരു പസിലാണ് ഇനി. കാറിൻ്റെ റൈറ്റിലോ ലെഫ്റ്റിലോ ആയിട്ടായിരിക്കും സാധാരണ ഫ്യൂവൽ നിറയ്ക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുക, ഫ്യൂവൽ ക്യാപ്പെല്ലാം ഉണ്ടാവുക. വി ക്ലാസ്സിൽ അത് എവിടെയാണ്? അതിൻ്റെ ആൻസറാണ് ഫ്രണ്ട് ലെഫ്റ്റ് ഡോർ തുറക്കുക. ഇവിടെ ഒരു ചെറിയൊരു അടപ്പുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ ക്യാപ്പും കാണാം, ആഡ് ബ്ലൂവിൻ്റെ ഒരു ക്യാപ്പും കാണാം. സോ ഇതൊരു ട്രിക്കി ഒരു ഭാഗമാണ്. കാരണം ഇവിടെയാണ് ഫ്യൂവൽ ക്യാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഡോറ് തുറന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ പറ്റൂ. വി ക്ലാസ്സിന് റിയറിലേക്ക് വരുമ്പോൾ പ്രോപ്പർ ഒരു വാൻ ലൈക്ക് ഫീലാണ് ലഭിക്കുന്നത്. ആ ഒരു സിലൗട്ട് അങ്ങനെ തന്നെയുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. വെർട്ടിക്കൽ ടെയിൽ ലൈറ്റാണ്. ഇതിനോട് LED സ്ട്രിപ്സ് എല്ലാം ഉണ്ട്. പിന്നെ വലിയൊരു ബൂട്ട് ലിഡാണ് വരുന്നത്. വലിയൊരു ബൂട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് 2 രീതിയിൽ തുറക്കാൻ പറ്റും. ഒന്ന് സ്പ്ലിറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഈ ഗ്ലാസ് ആണ്. പെട്ടെന്നുള്ളൊരു ആക്സസ് ഉണ്ട്. ചെറിയൊരു പർച്ചേസും എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു ട്രേ വരുന്നുണ്ട്. ഈ ട്രേ ആണ് ഒന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനമെല്ലാം പർച്ചേസ് ചെയ്താൽ വല്ല വെജിറ്റബിളോ ഫ്രൂട്ട്സ് എല്ലാം പർച്ചേസ് ചെയ്താൽ ഇങ്ങനെ ഒരു ട്രേ വെച്ച് കഴിഞ്ഞാൽ ഇതും ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് വരും. നമുക്ക് കുറച്ച് സാധനമെല്ലാം ചെറിയ പർച്ചേസിലെല്ലാം ചെയ്യാം. ഇനി അതല്ല നമ്മൾ വലിയൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. ഇത് ക്ലോസ് ചെയ്തിട്ട് ബൂട്ട് ഇലക്ട്രിക്കലി ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത്രയും ഏരിയ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വേറൊരു ട്രേ നമ്മൾ ഊരി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയും നമുക്ക് യൂസ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. സീറ്റുകൾ റിമൂവ് ചെയ്യാം. ഈ 3 റോ സീറ്റ് 2 റോ സീറ്റ് റിമൂവ് ചെയ്താൽ തന്നെ വലിയൊരു സ്പേസ് ശരിക്കും ഒരു കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ സ്പേസാണ് കിട്ടുന്നത്. കാരണം ഈ ഒരു വെഹിക്കിളിൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾ വേരിയൻ്റ് വരുന്നുണ്ട് വിറ്റോ എന്ന് പറഞ്ഞിട്ട്. അത് കമേഴ്ഷ്യൽ വെഹിക്കിൾ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അത് ശരിക്കും യൂസ് ചെയ്യുന്ന ഡെലിവറി വാനായിട്ടാണ്. അപ്പോൾ ഹ്യൂജ് സ്പേസാണ് ഇതിൽ ശരിക്കും ബൂട്ട് സ്പേസ് ആയിട്ട് ഫ്ലെക്സിബിളായിട്ട് ലഭിക്കുന്നത്. അതാണ് വി ക്ലാസിൻ്റെ യൂട്ടിലിറ്റിയിൽ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ഭാഗമായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ പുറമേ ഉള്ളത് ഇൻറ്റീരിയറിൽ ഞാൻ പറയാം സീറ്റ് കോൺഫിഗറേഷനാണ്. ബേസിക്കലി ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ വളരെ യൂട്ടിലിറ്റി കണക്കിലെടുത്തിട്ട് എന്നാൽ ആ ഒരു മെർസിഡീസിൻ്റെ ഒരു എസെൻഷ്യൽ പ്യൂരിറ്റി ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡിസൈനാണ് വി ക്ലാസ്സിലുള്ളത്. പുതിയ വി ക്ലാസിൻ്റെ ഇൻറ്റീരിയറിൽ വരുമ്പോഴാണ് മറ്റൊരു ചേഞ്ച് നമുക്ക് കാണാനുള്ളത്.
കൂടുതലൊരു കാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് പുതിയ വി ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അത് ഡിസൈനിലും മെറ്റീരിയൽസിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിലും എല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഡിസൈനിനെ കുറിച്ച് പറയുമ്പം മെർസിഡീസിൽ പല കാറിലും നമ്മൾ കണ്ടിട്ടുള്ള പല മോഡലും കണ്ടിട്ടുള്ള എയർ വെൻ ട്രീറ്റ്മെൻറ്റ്, സ്വിച്ചസ്, മീറ്റർ കൺസോൾ, ഇതെല്ലാം ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ 4 വേരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇന്ത്യയിൽ. അതിൽ എക്സ്പ്രഷനും നമുക്ക് എക്സ്ക്ലൂസീവും എടുക്കാം. എക്സ്പ്രഷനിൽ വരുന്ന പിയാനോ ബ്ലാക്ക് ആണെങ്കിൽ ഈ എക്സ്ക്ലൂസീവിൽ വരുന്ന വുഡ് ട്രിമാണ്. ഈ ലൈറ്റിനെ കുറിച്ച് ഞാൻ വേറെ തന്നെ കൊണ്ടുവരും എന്നുള്ള പ്ലാനുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ വരുന്ന നമ്മൾ സി ക്ലാസ്സിൽ കണ്ട പോലുള്ളൊരു പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ക്രീനാണ്. അതിൽ ബെൻസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റും. 2 സൈഡിൽ റൗണ്ട് എയർ വെൻറ്റ്സ് ഉണ്ട്. അതും തന്നെ നല്ലൊരു സി ക്ലാസ്സിലെല്ലാം കണ്ട ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സ്വിച്ചസും സീൽ കണ്ട് പരിചിതമായിട്ടുള്ളൊരു സ്വിച്ചസും സീലും ഈലും എല്ലാം കണ്ടിട്ടുള്ളൊരു സ്വിച്ചസാണ്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു കൺട്രോൾ യൂണിറ്റ്, ഇത് കമാൻഡ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ലോട്ടറി നോബും ടച്ച് പാഡും വരുന്നതാണ്. നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം. പിന്നെ ഡോറ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡോറ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. ഇത് ലെഫ്റ്റ് ഡോറ് റിയറിലതും റൈറ്റ് ഡോറ് റിയറിലതും ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെല്ലാം ഇവിടെ തന്നെ വരുന്നു. സ്റ്റിയറിംഗ് വീലാണെങ്കിലും നമ്മൾ സി ക്ലാസ്സിൽ കണ്ട തരത്തിലുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പക്ഷേ ടച്ച് പാഡ് കൺട്രോൾ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. മീറ്റർ കൺസോളിലും നമുക്ക് ആ ഒരു ഫീൽ തന്നെ ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ക്വാളിറ്റി ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഡാഷിൻ്റെ ടോപ്പ്, ഈ വുഡ് ട്രിം, ബേജ് കളർ, അതിൻ്റെ ഇടയ്ക്കുള്ള ബ്രഷ്ഡ് അലുമിനിയം ഫീല്, ഇതെല്ലാം കൂടി ചേരുമ്പം ഒരു ഒരു പ്രീമിയം വെഹിക്കിളിൻ്റെ ഫീലാണ് നമുക്ക് ശരിക്കും ലഭിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ 3 വെഹിക്കിൾസാണ് ബേസിക്കലി വരുന്ന മറ്റുള്ള ബ്രാൻഡ്സിൽ. ഒന്നുള്ള ടൊയോട്ട വെൽഫെയറും പിന്നെ വരുന്ന കിയ കാർണിവലാണ്. അപ്പോൾ അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷറി എലമെൻറ്റ് ശരിക്കും മാച്ച് ആവുന്നത് കൂടുതലും വെൽഫെയറിലും ഇതിലുമാണ്. ബാക്കിയുള്ള നമ്മൾ കിയ കാർണിവലിനേക്കാളും പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. ഇതിലാണെങ്കിൽ 3 വേരിയൻസ് നമുക്ക് ഓൾറെഡി ലഭിക്കുന്നുണ്ട്. ആ വേരിയൻസിൻ്റെ ഒരു ഡിഫറൻസും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സീറ്റിനെ കുറിച്ച് പറയുമ്പം എനിക്ക് തോന്നുന്നു അത് ഡ്രൈവിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ലത്. കാരണം അത്രയ്ക്കൊരു നല്ലൊരു സീറ്റിംഗ് ഓപ്ഷനാണ് ഇതിലുള്ളത്. ഞാൻ കൂടുതൽ ഡ്രൈവിലാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. ഞാൻ ഡ്രൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തോളാം. വി ക്ലാസ് പോലൊരു വാൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗം റിയർ കമ്പാർട്ട്മെൻറ്റിലെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഇതിൽ ഏറ്റവും ഒരു ആകർഷണീയമായിട്ടൊരു ഭാഗം. ഈ റിയർ കമ്പാർട്ട്മെൻറ്റ് സീറ്റ്സ് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളിരിക്കുന്ന 6 സീറ്റ് കോൺഫിഗറേഷനാണ്. ഫ്രണ്ട് 2, മിഡ് റോ 2, ബാക്കിൽ 2. ഈ സീറ്റുകൾ തന്നെ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇരിക്കുന്ന പൊസിഷനിലുള്ള 1-2 കാര്യങ്ങൾ മെൻഷൻ ചെയ്തുതരാം. ഇപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആൻഡ്രസ്റ്റിൻ്റെ സപ്പോർട്ട്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ആൻഡ്രസ്റ്റാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ളൊരു സപ്പോർട്ട് 2 സൈഡിലും ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്. നല്ലൊരു കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്ലാൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും സ്ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പുറകിലേക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ്. ഇതിൻ്റെ മേലെ വരുന്ന ഇലൈറ്റ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളൊരു റിയർ സീറ്റ് വരുന്നത്. അത് എസ് ക്ലാസ്സിലെ പോലുള്ള ഫുള്ളി റിക്ലൈനബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് മസാജ് ഫംഗ്ഷനുള്ള ഒരു സീറ്റാണ്. അത് ഞാൻ പിന്നീട് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിലുള്ള മറ്റൊരു ഫീച്ചർ, ഇവിടെ വന്നിരിക്കുന്ന സെൻറ്ററിലൊരു ബോക്സ് കാണുന്നുണ്ടാവും. ഈ ബോക്സ് അപ്പ് ചെയ്തിട്ട് ടേബിളായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ സീറ്റ് കുറച്ചുകൂടി ബാക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടേബിളായിട്ട് യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കഴിക്കാനോ അതിനുള്ള കപ്പ് ഹോൾഡർ എല്ലാം വരുന്നുണ്ട്. ഞാൻ അതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ പറ്റും. അങ്ങനെ ഒരു ടേബിളിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് തന്നെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റും താഴെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ഫ്രണ്ടിലേക്കും റിയറിലേക്കെല്ലാം ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതിപ്പം ചെറിയൊരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. റെയിലിൻ്റെ ഉള്ളിൽ മണ്ണ് കയറുകയോ അതുപോലെ തന്നെ ലോക്കിംഗ് കറക്റ്റായിട്ടില്ലെങ്കിലെല്ലാം തന്നെ പ്രശ്നമാണ്. പക്ഷേ നമ്മളത് സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിയർ എൻഡ് ശരിക്കും ഉണ്ടാവും. ഇത് ഫേസ് ടു ഫേസ് സീറ്റാക്കാൻ പറ്റുന്നതാണ്. അതാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ വരുന്നത്. ഞാൻ നേരത്തെ നിർത്തി വെച്ചിരുന്നു തന്നെ തുടങ്ങുകയാണ്. നേരത്തെ ഞാൻ ഫ്രണ്ട് സീറ്റിനെ കുറിച്ച് പറഞ്ഞു. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീല്, ഈ ഒരു കമാൻഡിങ് ഫീല് കിട്ടുന്ന ആ ഒരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. സാധാരണ നമ്മൾ ഒരു ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് MPVയിലൊരു കുറച്ചുകൂടി കാർ ലൈക്ക് കുറേ കൂടിപ്പോയ ഒരു SUV ലൈക്ക് ഫീലാണ് നമുക്ക് മാക്സിമം ലഭിക്കുന്നത്. എന്നാൽ വി ക്ലാസ്സിനൊരു പ്രോപ്പർ വാൻ ലൈക്ക് ഫീല്, അത് ഡ്രൈവിങ്ങിനല്ല ഞാൻ പറയുന്നത്, ആ ഒരു കമാൻഡിങ് പൊസിഷനിൽ കിട്ടുന്ന കുറച്ച് അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതും ഞാൻ കുറച്ച് ലോ ആക്കി വെച്ചാൽ ഇനിയും ഹപ്പാക്കി വെക്കാൻ പറ്റും. അതുകൊണ്ട് കിട്ടുന്ന ഒരു ഫീല് വളരെ ഒരു കമാൻഡിങ് ആയിട്ടുള്ള വളരെ വ്യൂ കിട്ടുന്ന ഒരു ഫീലാണ്. സോ അതൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സാധാരണ ഇപ്പം
കാർണിവൽ ആവട്ടെ വെൽഫെയർ ആവട്ടെ, ഇത് രണ്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറേ കൂടെ ബെറ്റർ ഫീലാണ് അതിന് ലഭിക്കുന്നത്. വി ക്ലാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെറും ഒരു ഷോഫർ ഡ്രിവൺ വെഹിക്കിൾ ആയിട്ടല്ല, ഓണറും ഡ്രൈവ് ചെയ്യും എന്ന് കണ്ടിട്ടുള്ള രീതിയിലാണ്. കാരണം യൂറോപ്പിലെല്ലാം അധികം ആളുകളും ഇത് സ്വന്തം വെഹിക്കിളായിട്ട് ഉപയോഗിക്കുമ്പോൾ ഷോഫർ വെച്ചിട്ടില്ല ചെയ്യുന്നത്. അപ്പം ഒന്നുകിൽ ഒരു ഫാദറോ അല്ലെങ്കിൽ മദറോ തന്നെ ഡ്രൈവ് ചെയ്യുന്നു, ബാക്കി ഫാമിലി പോകുന്ന രീതിയിലാണ് ഒരു ഡ്രൈവിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈവറിനും ഒരു ലക്ഷറി വെഹിക്കിളിൻ്റെ ഒരു അപ്പീൽ കിട്ടുന്ന രീതിയിലാണ് ഫുള്ളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ഇൻറ്റീരിയറിൽ ഡാഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീല് ആ ഒരു മെർസിഡീസിൻ്റെ മറ്റുള്ള കാറിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലാണ്. അത് തന്നെയാണ് വി ക്ലാസ്സിൽ ക്യാരി ചെയ്ത് തോന്നുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഫീൽ ലഭിക്കുന്നുണ്ട്. അതിലൊന്ന് കംഫർട്ടബിളാണ്, അതിൻ്റെ ഒരു എഫേർട്ട്ലെസ് ഡ്രൈവ് എന്ന് പറയാം. ഏറ്റവും ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വി ക്ലാസ്സിൻ്റെ ഒരു ഡ്രൈവിംഗ് പോസ്ചറും നേച്ചറും എല്ലാം ഉള്ളത്. പിന്നെ അതിലൊരു വലിയൊരു ഘടകമാണ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വളരെ ഒരു ഈസിലി മാനേവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. എസ് ക്ലാസ്സിൻ്റെ ലെങ്ത് ഉള്ളൊരു വെഹിക്കിളാണ് ഇത്. 5.14 എന്ന് പറയുമ്പോൾ ഏകദേശം 5.2 ലെങ്ത്ത് വരുന്നത്. ഇന്നിപ്പം നമ്മൾ നോർമൽ എസ് ക്ലാസ്, മൈബാക്ക് അല്ലാത്ത എസ് ക്ലാസ്സിൻ്റെ അത്രയും ലെങ്ത്ത് വരുന്ന ഒരു മോഡലാണ്. എങ്കിലും നമുക്കൊരു വലിയൊരു വെഹിക്കിളായി തോന്നുന്നില്ല. എസ് ക്ലാസ്സും വളരെ കൺവീനിയൻ്റ് ഡ്രൈവ് ചെയ്യാൻ, ആ ഒരു ഫീൽ തന്നെയാണ് വി ക്ലാസ്സിലുള്ളത്. ഇതിൻ്റെ സൈസ് മനസ്സിലാണെങ്കിൽ നമ്മൾ മിററിൽ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കാം വലിയ വെഹിക്കിളാണെന്നുള്ള. എന്നാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള രീതിയിലാണ് സ്റ്റിയറിംഗ് ഉള്ളത്. ഏറ്റവും കുറഞ്ഞ ടേണിംഗ് റേഡിയസിൽ തിരിച്ചെടുക്കാൻ പറ്റുന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ വെൽഫെയറും കാർണിവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടി ഒരു ഡ്രൈവേഴ്സ് അപ്പീലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വി ക്ലാസ് ആണ്. എന്നാൽ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. കാർണിവലിൽ 2.2 ലിറ്റർ ഉണ്ട്, 200 HP ആണ് അതിൻ്റെ പവർ. പക്ഷേ ഇത് 168 HP പവറേ ഉള്ളൂ, 380 Nm ആണ് ടോർക്കുള്ളത്. പക്ഷേ ആ ഒരു പവറിൻ്റെ കുറവ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സിൻ്റെ പെർഫോമൻസ് ശരിക്കും നല്ല ആക്യുറേറ്റ് പെർഫോമൻസ്, പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടുള്ള പവർ ഡെലിവറിയും പെട്ടെന്നുള്ള ക്വിക്ക് ഡൗൺ ഷിഫ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. ശരിക്കും നമുക്ക് ആ ഒരു ലാഗൊന്നും തീരെ ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ആ ഒരു പവർ ട്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ വി ക്ലാസ് പോലൊരു വെഹിക്കിൾ നമ്മൾ വളരെ ഒരു പവർഫുൾ മെഷീനായിട്ടും കാര്യമില്ല, ഒരുപാട് സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു വെഹിക്കിളല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പവർ എനിക്ക് തോന്നുന്നു ഒരു ഇനോമസ് പവറാണ്. ഒരു എഫിഷ്യൻസി കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ പവർ ട്രെയിൻ വന്നിട്ടുള്ളത്. പിന്നെ ബേസിക്കലി നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ട്രാവലിംഗ് കംഫർട്ടാണ്. അതൊരു വലിയൊരു ഘടകമുള്ളത് ഇതിൻ്റെ സസ്പെൻഷനും ബോഡി ട്യൂണിങ്, അത് ഷാസി മാനേജ്മെൻറ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളതാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുന്നത് സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ശരിക്കും നല്ലൊരു റൈഡ് കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫീലുള്ളത്. അതിലും നമുക്ക് കമ്പയർ ചെയ്യാൻ കാർണിവലും വെൽഫെയർ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ ഈക്വലി ഗുഡ് എന്ന് പറയാം. ഇപ്പോൾ വി ക്ലാസ്സിന് കിട്ടുന്ന സസ്പെൻഷൻ്റെ ആ ഒരു ഫീല് തന്നെയാണ് കാർണിവലിലും അതുപോലെ തന്നെ വെൽഫെയറിലും എല്ലാം തന്നെ ലഭിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം ആണ്. ഒന്നിനും തന്നെ ഇത്തരത്തിലുള്ള ബോഡി റോള് വരുന്നില്ല. ശരിക്കും ഇത്തരത്തിലുള്ളൊരു ഫീലുള്ള ആ ഒരു ഫീല് ശരിക്കും നമുക്ക് കുറേ കൂടി ട്രാവലിംഗ് കംഫർട്ടബിൾ ആക്കാൻ സാധിക്കും. എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഈ ഒരു ലോങ് ജേർണി ഹൈവേയിലെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യാം. സിറ്റിയിലാകുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് സിറ്റിയിൽ നമുക്ക് ഈ ഒരു ഫീലൊന്നും തന്നെ അധികം അറിയാനുള്ള സാഹചര്യമില്ല. പിന്നെ റോഡ് നോയ്സും വിൻഡ് നോയ്സുമാണ്, അതും എൻ്റെ അഭിപ്രായത്തിൽ വളരെ കുറഞ്ഞിട്ടുള്ളത്. അതിലും എനിക്ക് വെൽഫെയറിൽ പിന്നെ അത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ആ റിഫൈൻമെൻറ്റ് പാർട്ട് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ കാർണിവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ അതും ഓൾമോസ്റ്റ് സോർട്ടഡ് തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്നൊരു വലിയൊരു ഘടകമുള്ളത് റിയറിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പാറ്റേൺ ആണ്. അത് നിങ്ങൾ എങ്ങനെയാണ് സീറ്റ് കോൺഫിഗറേഷൻ മനസ്സിലുണ്ട്. പക്ഷേ റിയറിലുള്ള കംഫർട്ട് പാർട്ട് അതിൽ കാര്യങ്ങളെല്ലാം റിയറിന് തന്നെ നോക്കാം നമുക്ക്. സോ ഫൈനലി വി ക്ലാസിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ക്ലാസ് എന്ന് പറഞ്ഞാൽ മെർസിഡീസിനെ സംബന്ധിച്ചിടത്തോളം മെർസിഡീസ് ഒരു പുതിയൊരു പാസഞ്ചർ സെഗ്മെൻറ്റ് വാനായിട്ട് മാറ്റിയിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞത് കമേഴ്ഷ്യൽ വെഹിക്കിൾ കാറ്റഗറിയിലായിരുന്നുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ അതൊരു പാസഞ്ചർ കാർ എന്നുള്ള രീതിയിലുള്ള വി ക്ലാസിനൊരു ഡ്രൈവർ അപ്പീലായിട്ടുള്ള മറ്റൊരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവിംഗ് മോഡാണ്. സാധാരണ കാറുകളിലുള്ള പോലെ തന്നെ 4 ഡ്രൈവിംഗ് മോഡ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഒന്ന് ഇക്കോ ഉണ്ട്, അതുപോലെ തന്നെ കംഫർട്ട് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, മാനുവൽ ഉണ്ട്. അപ്പോൾ സ്പോർട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു പെർഫോമൻസ് ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. സ്പോർട്ട് മോഡിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ത്രോട്ടൽ ഡിഫറൻസ് എല്ലാം തന്നെ കാറിലുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജും വി ക്ലാസ്സിന് വന്നിട്ടുണ്ട്. വി ക്ലാസ് ഒരു ഡ്രൈവർ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു വാനാണെന്നുള്ള പൂർണ്ണമായിട്ടും തെളിയുന്ന ഒരു കാര്യം കൂടിയാണ്.
സോ റിയറിലേക്ക് വരുമ്പം റിയറിൽ ഞാൻ നേരത്തെ കാണിച്ച സീറ്റ് കോൺഫിഗറേഷനിൽ നമ്മൾ കണ്ടു. ഇതും തന്നെ പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കാം, അതുപോലെ തന്നെ കുറേ കൂടി ബാക്കോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം തന്നെ പറ്റുന്ന രീതിയിലുള്ള. പക്ഷേ അതെല്ലാം നമ്മൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ട്രാവലിംഗ് കംഫർട്ടും ആ ട്രാവൽ ചെയ്യുമ്പോഴുള്ളൊരു ഫീലാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സസ്പെൻഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നൊരു ഭാഗമാണ് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു കുക്കൂൺ ഫീൽ ലഭിക്കുന്ന രീതിയിൽ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് അറിയാവുന്നതുമാണ്. പ്രത്യേകിച്ച് ടേണെല്ലാം എടുക്കുമ്പം ബോഡി റോൾ ഇല്ലാത്തത് എപ്പോഴും നല്ലൊരു മൊമെൻറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. വളരെയധികം ബോഡി റോൾ, ഇത്തരത്തിലുള്ള ബോഡി റോൾ ഉണ്ടാകുമ്പം പലർക്കും മോഷൻ സിക്നസ് വരും. അപ്പോൾ അത് ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ ആ ഒരു ബോഡി റോൾ കൺട്രോൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നമുക്ക് റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സീറ്റ് പൊസിഷൻ. ഇത് അത്യാവശ്യം നമ്മൾ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യുന്നൊരു സീറ്റിംഗ് പൊസിഷനാണ്. ഇതിലും കുറച്ചുകൂടി സ്ലാൻഡ് ചെയ്യാൻ പറ്റും. അതുമല്ല ഇതിനും കംഫർട്ടബിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്യൂർലി ഒരു എസ് ക്ലാസിൻ്റെ ഒരു സീറ്റിംഗ് ആണ് ഇലൈറ്റ് എന്ന് പറഞ്ഞ മോഡലിന് വരുന്നത്. അപ്പോൾ അത്തരം ഒരു ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ ഒരു മെയിൻ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം. സെക്കൻഡ് വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു പേർപ്പസിന് MPV എന്നുള്ള രീതിയിൽ ശരിക്കും കംഫർട്ടബിളി ട്രാവൽ ചെയ്യാവുന്ന ഒരു സീറ്റാണ്. പിന്നെ അതിൽ വന്നിരിക്കുന്ന ഒരു സീറ്റിൻ്റെ ഒരു കുറച്ച് ഫേമായിട്ട് തോന്നുന്ന സീറ്റാണ്, പക്ഷേ നല്ല സപ്പോർട്ടാണ് ലഭിക്കുന്നത്. ആ സപ്പോർട്ട് തന്നെ ട്രാവലിന് ഗുണം ചെയ്യുന്നുണ്ട്. തേർഡ് റോ സീറ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന സീറ്റാണ്. അത്ര തന്നെ സ്പേസും ഉണ്ട്, ആ റൂമിനെസ്സും ഉണ്ട്. ഇപ്പം നേരത്തെ ഞാൻ ബൂട്ട് സ്പേസ് കാണിച്ചു തന്നു. ബൂട്ട് സ്പേസും കൂടെ നമ്മൾ വെച്ച് കഴിയുമ്പം നമുക്ക് സാധനമെല്ലാം വെക്കാനുള്ള അത്യാവശ്യം സ്പേസ് അതിലും വരുമ്പോൾ ഈ ഒരു 3 സീറ്റും കംഫർട്ടബിളി ഇരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് അറേഞ്ച്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. അത് എന്താണെങ്കിലും ഇത്രയും വർഷം വാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മെർസിഡീസ് വി ക്ലാസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട്. പിന്നുള്ള ഭാഗം എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റിൽ ഇപ്പം ഈ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്ന ബർമസ്റ്റിൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട്. നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ്, ശരിക്കും മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് അതുപോലെ തന്നെ കംഫർട്ട് ഫീച്ചർ ആയിട്ടുള്ളത് റിയർ AC ആണ്. അത് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. അതിൽ ഫ്രണ്ടിലെ പോലെ തന്നെ റിയറിലും കൺട്രോൾ ഉണ്ട്. റിയർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു AC പ്രോ താഴെ കൂടെ ഫ്രണ്ടിലെ വെൻറ്റിലൂടെയും കിട്ടും. അതിൻ്റെ പുറമെ ഇവിടെയും വെൻസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പം നല്ല കംഫർട്ടബിൾ റൈഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയ ഒരു ഗ്ലാസ് പോർഷൻ വരുന്നുണ്ട്. ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ പുറമേക്കുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ശരിക്കും നല്ലോണം ലഭിക്കും. ഈ ഒരു സീറ്റ് കുറച്ചുകൂടെ സെൻട്രലി ലൈൻ ചെയ്തിട്ടുള്ളത്, കാരണം റിയറിലേക്കുള്ള ആക്സസ് എല്ലാം ഗുണം ചെയ്യാനുള്ള. എങ്കിലും നമ്മൾ ഡോറിൽ നിന്നുള്ളൊരു ചെറിയൊരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ സെക്യൂർഡ് ഫീലാണ് ലഭിക്കുന്നത്. സോ ഇതെല്ലാം ഒരു MPV എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു സേഫ്റ്റിയാണ്. സേഫ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ബെസ്റ്റ് സേഫ് MPV എന്ന് പറയാവുന്നത് ഈ ക്ലാസ് തന്നെയാണ്. മെർസിഡീസിൻ്റെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. പുറമെ എയർ ബാഗ്സും കർട്ടൺ ബാഗും എല്ലാം തന്നെ സേഫായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ബിൽഡ് ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. നല്ല റേറ്റിങ്ങും അതുപോലെ തന്നെ ലഭിച്ചിട്ടുള്ളൊരു മോഡലാണ് വി ക്ലാസ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി എന്നുള്ള ആസ്പെക്റ്റിലും നമുക്ക് ഒരു വറിയും വി ക്ലാസ്സിൽ വേണ്ടതില്ല. സോ ഫൈനലി വി ക്ലാസിൻ്റെ വേർഡിക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ക്ലാസ് എന്ന് പറയുന്നത് സാധാരണ ഒരു MPV അല്ല, ലക്ഷറി MPV ആണ്. ലക്ഷറി MPVയിൽ തന്നെ ഒരു 4 ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ മാർക്കോ പോളോ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പിംഗ് വെഹിക്കിളാണ്. പക്ക ഒരു ഫാമിലിക്ക് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്ത് പോകുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വെഹിക്കിളാണ് മാർക്കോ പോളോ എന്ന് പറയുന്നത്. അത് വേറെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു മോഡലാണ്. അതുകൊണ്ട് ഞാനത് പിന്നീട് ഒരു റിവ്യൂ ആയിട്ട് തന്നെ കൊണ്ടുവരാമെന്ന് വരുന്നത്. അതുപോലെ തന്നെ ഇലൈറ്റ് എന്ന് പറയുന്നതും അതിൻ്റെ റിയർ സീറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു റിവ്യൂ ചെയ്യുന്നതും വർത്തായിരിക്കും. ഈ ഒരു മോഡൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എക്സ്പ്രഷൻ എന്ന് പറയുന്നതെല്ലാം തന്നെ ഏറ്റവും ഫസ്റ്റ് അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മോഡലുകളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോട്ടൽസിന് പറ്റും, അതുപോലെ തന്നെ ടാക്സി ഓപ്പറേറ്റേഴ്സിന് പറ്റും, പേഴ്സണൽ യൂസിനും പറ്റും. അത്തരത്തിലുള്ള ഒരു വെഹിക്കിളാണിത്. പ്രത്യേകിച്ച് ബിസിനസ് എല്ലാം തന്നെ ഇതൊരു നല്ലൊരു ഓപ്ഷനായിരിക്കും ഒരു പേഴ്സണൽ വെഹിക്കിളാക്കാൻ. കാരണം മീറ്റിംഗ്സ് എല്ലാം നടന്നു പോകാനും അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ കയറ്റിയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എല്ലാം തന്നെ ഇതിൽ ലഭിക്കും. ഇന്ത്യയിൽ ഇല്ലാത്തൊരു കൾച്ചറാണ് ഇത്തരത്തിലുള്ളൊരു ഫാമിലി വെഹിക്കിൾ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാലും വി ക്ലാസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ ലോക്ക്ഡൗണെല്ലാം റേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാ സേഫ്റ്റി മെഷർ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും സേഫായിരിക്കും. അടുത്ത തവണ കാണുന്നവർ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. Every bad time in life, there will always be a good time.